നമസ്കാരം സാർ. നമസ്കാരം. യൂറോപ്പിലാകമാനം പ്രത്യേകിച്ചും സ്പെയിനിൽ അതിശക്തമായ രീതിയിലുള്ള ഇസ്ലാമിക് ഇൻവേഷനാണ് നടക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് പെട്രോ സാഞ്ചസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സാർ ഈ വിഷയത്തിൽ പറയാനുള്ളത്? ലോക ഫുട്ബോൾ കിരീടം നേടി സ്പെയിനിലേക്ക് എന്ന അവരുടെ ഫുട്ബോൾ ടീമിനെ ആരാധകർ സഹർഷം സ്വാഗതം ചെയ്തുവെങ്കിലും സ്പെയിൻ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മൊറോക്കോയിൽ നിന്ന് കടന്ന് കയറിയ കുടിയേറ്റക്കാർ, അതായത് മുസ്ലിം കുടിയേറ്റക്കാർ, അവിടുത്തെ ഡെമോഗ്രഫിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പെയിനിലെ കോടതി ഈ കുടിയേറ്റക്കാർക്ക് അനുകൂലമാണ്. കുറച്ചു കാലം ഇന്ത്യയിൽ ഈ സൂക്കേടുണ്ടായിരുന്നു, ഇപ്പോൾ അധികം കാണുന്നില്ല. അപ്പോൾ കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കാണ് കോടതി വലിയ പ്രശ്നം കൊടുക്കുന്നത്. അതായത് ഗോവിന്ദച്ചാമിയുടെ അവകാശമായിരുന്നല്ലോ ഒരു പ്രാവശ്യം സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി പരിശോധിച്ചത്. അല്ല, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണുനീരല്ല കണ്ടത്. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് നോക്കാൻ ആ കോടതി വിധി വായിച്ചാലറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചില കാര്യങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിനകത്ത് ഏത് രാജ്യത്തും അലംഭാവത്തോടെ നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കുന്ന കോടതികൾ, അല്ലെങ്കിൽ സൽപ്പേരിന് വേണ്ടിയോ അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിക്കാനോ വേണ്ടിയോ ഒക്കെ സമീപിക്കുന്ന ചില കോടതികൾ ചില രാജ്യങ്ങളിലുണ്ട്. അത് വലിയ അപകടത്തിലേക്കാണ് ആ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. സ്പെയിൻ നടക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. മൊറോക്കോയിൽ നിന്ന് വന്ന കലാപകാരികൾ അവിടുത്തെ ഡെമോഗ്രഫി ആകെ മാറ്റിമറിക്കും എന്ന് മാത്രമല്ല, ഹരീഷിന് അറിയാമല്ലോ ബ്രിട്ടൻ്റെ സ്ഥിതി എന്താണ്. അതെ, ബ്രിട്ടൻ ഇന്ന് ഭരിക്കുന്നത് ഇസ്ലാമിക് ടെററിസ്റ്റുകളാണ്. മുസ്ലിങ്ങളെന്നല്ല, ഇസ്ലാമിക് ടെററിസ്റ്റുകളാണ്. അവരാണ് ചില കൗണ്ടികൾ ഭരിക്കുന്നത്. ചില സ്ഥലങ്ങളിലെ പ്രാദേശിക ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. അവർ ശക്തമായ സ്വാധീനം. 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥിനികളെയും മറ്റ് ആൾക്കാരെയല്ലേ അവർ ഈ തടവിൽ പാർപ്പിച്ചുകൊണ്ട് പീഡിപ്പിച്ചത്, ഗ്രൂമിങ് ഗ്യാങ്സ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ. ആ ബ്രിട്ടൻ്റെ നിയന്ത്രണമാണ് ഇന്നൊരു പറ്റം ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ എന്താ സംഭവിച്ചെന്നറിയാമല്ലോ. ഫ്രാൻസിലൊരു കാർട്ടൂൺ വരച്ച കഥ അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാർട്ടൂൺ, അതിൻ്റെ പേരിലൊരു പത്രോഫീസിലേക്ക് അവർ ഇരച്ച് കയറുകയാണ്. അവിടെ ഏറ്റവും ശക്തമായ സെക്യുലർ ഭരണകൂടങ്ങളിലൊന്നാണ്. അതെ, ഏറ്റവും ശക്തമായ രീതിയിൽ അവിടെ ചെന്ന് എന്ത് ചെയ്തു? ആ പത്രമാഫീസിനെ തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ പത്രങ്ങൾ ഏതെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അരാജകത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അരാജകത്വത്തെ പിന്താങ്ങുന്ന, പണം വാങ്ങി പിന്താങ്ങുന്ന ഈ അധമന്മാരെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ മാധ്യമരംഗത്തെ അധമന്മാരെക്കുറിച്ച് പറയുമ്പോൾ, ഇവന്മാർ ചെയ്യുന്നത് പണം കൈപ്പറ്റിയാണ് ഈ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നത്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന മീഡിയ വൺ ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം. അത് അവരുടെ ജന്മസിദ്ധമായ കാര്യമാണ്. അവരുടെ എവിടെ ചെന്നും കലാപം ഉണ്ടാക്കാൻ അവർ കാത്തിരിക്കുക. മൗദൂദിയുടെ ചാനൽ ഇവൻ്റെ സത്യം പറയുമെന്ന് പറഞ്ഞിട്ടല്ല കാര്യം. അത് അവർ ചെയ്യുന്നതിനകത്ത് കാര്യമാണ്. അടുപ്പൂട്ടി ചർച്ച തന്നെ അതിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും രാജ്യത്ത് ഇത്തരം വിഘടനവാദികളെയും മത തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന പണം വാങ്ങിയാണ്. അല്ലാതെ എന്താണ് അവരുടെ താല്പര്യം? എന്ത് താല്പര്യമാണ് അവർക്കുള്ളത്? അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രാൻസിൽ സംഭവിച്ചത് അത് തന്നെയാണ്. ഫ്രാൻസിലെ മീഡിയയെ അവർ കൈകാര്യം ചെയ്തത് പണം കൊടുത്താണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ അവരവിടെ കയറുന്നു. പിന്നെ മഹത്തായ ഉദാത്തമായ ജനാധിപത്യ ആശയത്തിന് വേണ്ടിയായിരുന്നല്ലോ ഫ്രഞ്ചുകാരൻ നിന്നത്, അല്ലേ? അതെ. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവസാനം ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം ബാങ്ക് വിളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി, താടി വെക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി, ബുർഖ ധരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നിട്ട് അതിനെ എതിർക്കുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അതിശക്തമായി അടിച്ചമർത്തുകയല്ലേ. ഫിൻലാൻഡിൽ പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാൻ്റെ പ്രാന്തപ്രദേശമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. ഫിൻലാൻഡ് പോലുള്ള ഇത്രയും വലിയ ജനാധിപത്യ ഭരണകൂടം, സ്വീഡൻ, ഫിൻലാൻഡ് പോലുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യം, എന്താ പറയുക, അവിടുത്തെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം വളരെ വാരിക്കോരിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത്. അങ്ങനെ എടുക്കേണ്ടി വരുന്നുണ്ട് പലരും. അതിന് കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ യഥാർത്ഥ അഭയാർത്ഥികൾക്ക് അഭയം കിട്ടാതെ. അതാണ് ഇപ്പം മനുഷ്യനാണല്ലോ അടിസ്ഥാനപരമായി നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. ജാതിക്ക് മതത്തിനൊക്കെ ഉപരിയാണല്ലോ നമ്മൾ മനുഷ്യരാണെന്നുള്ളത്. അത്തരം പാവപ്പെട്ട ആളുകളുടെ കണ്ണുനീരൊപ്പാൻ പരിഷ്കൃത പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ സൗമനസ്യത്തെ, അവരുടെ മതേതര ബോധത്തെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ സംസ്കാരത്തെ, പാരമ്പര്യത്തെ മലിനമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കുടിയേറ്റക്കാരുടെ മറവിൽ അവിടെ എത്തിയ ഭീകരവാദികൾ. ഇത് തന്നെയല്ലേ ഇന്ത്യ ശ്രമിച്ചത്? നമ്മൾ ദേശീയ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? അയ്യോ, ഇവിടെ മുസ്ലിങ്ങളെ മൊത്തം അങ്ങ് തള്ളി ആട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതെന്നാണ് പറഞ്ഞത്.
സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ അഭയാർത്ഥിക്ക്, അതായത് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രാജ്യത്തു നിന്ന് ഓടി വരുന്ന അഭയാർത്ഥിക്ക് അഭയം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതോ നിങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒക്കെ അഭയം കൊടുക്കുന്നു, മുസ്ലിങ്ങളെ അഭയം കൊടുക്കുന്നില്ല? മുസ്ലിങ്ങളാണല്ലോ അവിടുത്തെ ആക്രമണകാരികൾ. ആ ആക്രമണകാരികൾക്ക് എന്തിനാണ് അവിടെ അഭയം കൊടുക്കുന്നത്? ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇസ്ലാമികരാണ്. ഇസ്ലാമികരുടെ കയ്യിൽ നിന്ന് അടിയും മാഞ്ചുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് അഭയം കൊടുക്കണോ, അതോ വേട്ടക്കാരനായിട്ടുള്ള അവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് അഭയം കൊടുക്കണോ? അപ്പം നമ്മൾ ഏത് നയമാണ് സ്വീകരിക്കേണ്ടതെന്ന് വലിയൊരു സംശയമാണ്. ആ സംശയം ഉള്ളത് കൊണ്ടാണ് അവരിപ്പോഴും പ്രതിപക്ഷത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്, ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കേണ്ടി വരുന്നത്. ഡെമോഗ്രഫി പരിശോധിച്ചാൽ 1947 പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ എത്രയായിരുന്നു, ഇന്നെത്ര, ബംഗ്ലാദേശിൽ എത്രയായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ 71 ബംഗ്ലാദേശ് ഉണ്ടായി, അതുവരെ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാനായിട്ട് നിന്നതാണ്. 71 ശേഷം എടുത്തു ബംഗ്ലാദേശിലെ ഡെമോഗ്രഫി പരിശോധിച്ചുള്ളൂ ഹിന്ദു ജനസംഖ്യ എത്രയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ മറച്ചു വെച്ച് ഇവിടേക്ക് കടന്നു വരുന്ന ഭീകരന്മാരെ രണ്ട് കൈയിൽ നീട്ടി നമ്മൾ സ്വാഗതം ചെയ്യണമെന്ന് പറയുന്ന പ്രതിപക്ഷങ്ങൾ, ഇവരൊരൊറ്റ ഒരാൾ പോലും പ്രതിപക്ഷത്തില്ല വന്നാലും ഞാൻ സന്തോഷിക്കും. കാരണം ജനാധിപത്യത്തിൽ പ്രതിപക്ഷം വേണം. രാജ്യസ്നേഹമുള്ള പ്രതിപക്ഷം, ആത്മാഭിമാനമുള്ള പ്രതിപക്ഷം, കൃത്യമായ ദിശാബോധമുള്ളൊരു പ്രതിപക്ഷം, ചോദ്യം ചെയ്യുന്ന പറ്റുന്നൊരു പ്രതിപക്ഷം. ഈ വൃത്തികെട്ട പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? ഈ പ്രതിപക്ഷ മെമ്പർമാരെ നോക്കി നമുക്ക് അവജ്ഞയല്ലേ തോന്നുന്നത്. പ്രതിപക്ഷ മെമ്പർമാരുടെ നമുക്ക് ബഹുമാനമാണ് തോന്നുന്നത്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനാണെങ്കിൽ ഇപ്പം ജോൺ ബ്രിട്ടാസിലേക്ക് തരം താണു. ഇവിടെ എത്തി CPIM. ഇന്ദ്രജിത്തെ പോലുള്ള മഹാന്മാരായിരുന്ന സ്ഥലത്ത് ഇപ്പം അവരാരെ വിട്ടിരിക്കുന്ന സന്തോഷകുമാറോ ആരാണ്ടൊരുത്തനെ വിട്ടിട്ടുണ്ട്. ആരോരുത്തനെ എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഈ നിരീക്ഷിക്കുമെങ്കിലും ഞാൻ ഇവരെ ശ്രദ്ധിക്കത്തില്ല. കാരണം അവജ്ഞയോടെ എന്തെങ്കിലും പറയുന്ന അവജ്ഞയോടെ കേൾക്കുമ്പോൾ നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് വരാൻ പോകുന്ന അപരിഹാര്യമായൊരു നഷ്ടം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമില്ലാതെ പോയി എന്നുള്ള, അങ്ങനെ പ്രതിപക്ഷം ഇല്ലാതാക്കി കളഞ്ഞാരാണ് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദിരയാണ് ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞ DK ബറുവയുടെ പിൻഗാമികളാണ് ഇന്ന് ഈ രാജ്യത്ത് പിന്നെ കോൺഗ്രസ് മണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കണ്ട, 27 UP വരുന്നുണ്ടല്ലോ, ഇനി വരാൻ പോകുന്ന ഒരുപാട് തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ. കോൺഗ്രസ് എവിടെ നിൽക്കുന്നു നമുക്കറിയാം. എന്തിനാ ഇപ്പം ഈ നിമിഷം പിന്നെ ഭരണമൊന്ന് പിരിച്ചു വിട്ടിട്ട് ഇലക്ഷൻ പോകാമെങ്കിൽ കോൺഗ്രസിന് പിന്തുണ കിട്ടത്തില്ല. പക്ഷേ അത് യൂട്ടിലൈസേഷൻ BJPക്ക് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. 2024 ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്നതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു പിന്തുണയാണ് കോൺഗ്രസിനും ലഭിച്ചത്. ചെറിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചത്, അല്ലാതെ വോട്ട് ഷെയറിലോ കാര്യമായ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. 36.56%, 6.0% BJPയുടെ വോട്ട് ഷെയർ. NDAക്ക് ഏകദേശം 41.29% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2014 കൂടുതൽ വോട്ട് ഷെയർ 2024 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്നപ്പോഴുണ്ടായ ഒരു നേരിയ വ്യത്യാസം മാത്രമേ സംഭവിച്ചുള്ളൂ. ഇപ്പോൾ അവരിൽ ആരൊക്കെയുണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ കൂട്ടത്തിൽ? തൃണമൂൽ കോൺഗ്രസ് ഇല്ല. മമതയ്ക്ക് ബംഗാളിൽ കടന്നു കയറാൻ പോലും പറ്റില്ല, അവിടെ ജനങ്ങൾ അടിച്ചോടിക്കും. സ്റ്റാലിൻ ഇവരുടെ കൂട്ടത്തിലില്ല. YSR കോൺഗ്രസ് ഇല്ല, ബിജു ജനതാദളില്ല, SP അവരുടെ കൂട്ടത്തിലില്ല, NCP അവരുടെ കൂട്ടത്തിലില്ല. ആരായി ഇവരുടെ കൂട്ടത്തിലുള്ളത്? ഇവരുടെ കൂട്ടത്തിൽ ഈ സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഇവിടെയും ഇരുന്നു കൊണ്ട് എന്തെങ്കിലും പറയും എന്നല്ലാതെ ഇവരുടെ കൂട്ടത്തിൽ ഫലത്തിൽ ആരുമില്ല. CJP ആണ്. CJP എന്ന് പറയുന്ന ഈ തരത്തിൽ ഈ പാറ്റകളുടെ ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്തൊരു സമൂഹം അവരെ കൂടെ ചെന്ന് ഒട്ടി നിൽക്കുവാൻ വേണ്ടിയിട്ട് മാത്രമേ ഇവർക്ക് കഴിയുന്നുള്ളൂ. അല്ലാതെ സ്ട്രോങ് ആയ ഒരു രാഷ്ട്രീയ ആർഗ്യുമെൻ്റ് പോലും ഉയർത്താനുള്ള ശക്തിയോ ശേഷിയോ അവർക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ സ്പെയിനിലെ കുടിയേറ്റത്തെക്കുറിച്ചാണ്. അതെ. അപ്പോൾ സ്പെയിനിലെ കുടിയേറ്റം കണ്ട് ഇന്ത്യ അത് മാതൃകയാക്കാൻ ഇന്ത്യക്കൊരു വാണിംഗ് ആണ്. ഇന്ത്യ ഈ വാണിംഗ് പഠിച്ചിരിക്കണം. ഇന്ത്യയിലെ പൊതുസമൂഹം, രാഷ്ട്രീയക്കാരൻ പഠിക്കത്തില്ല. അവന് ടിപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് രാഷ്ട്രീയതാവ് കൈക്കൂലി വാങ്ങിക്കാത്തത്? വിരലിലെണ്ണാവുന്ന 4 പേരെ മാറ്റി നിർത്തിയാൽ ഏത് രാജ്യദ്രോഹത്തിനും കാശ് വാങ്ങിക്കുന്നവന്മാരാണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് എനിക്കത് പറയാൻ പറ്റില്ല. പലരും അവരുടെയൊക്കെ നിയന്ത്രണത്തിനാണ് പല പാർട്ടികളും. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രശ്നം വെച്ചാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെയിനിലെ മാതൃക ഇന്ത്യയിലെ പൊതുസമൂഹം കാണണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് കണ്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മുടെ രാജ്യം പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞതുപോലെ ബ്രിട്ടനുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക എന്താ കുഴപ്പമില്ല നിൽക്കുന്നത്? അമേരിക്ക കുടിയേറ്റം ശക്തമായി നിയന്ത്രിച്ചു. ട്രംപ് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. ഈ കാര്യം എന്തൊക്കെ പറഞ്ഞാലും മറ്റു കാര്യങ്ങളിൽ പല മണ്ടത്തരങ്ങളും കാണിക്കുമെങ്കിലും
അമേരിക്ക ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ശക്തമായ ഇൻവേഷൻ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ഡീമോഗ്രഫിയിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇത് സിയോട്ട മേഖലയിൽ 70,000 പേര് കടന്നുകൊണ്ട് അവിടുത്തെ 75% മുകളിലാണ് ഇപ്പോൾ അവിടുത്തെ കടന്നുകയറ്റക്കാരുടെ എണ്ണം. അതായത് അവിടെ ഉണ്ടായിരുന്ന ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനസംഖ്യ ഈ കടന്നുകയറ്റക്കാരാണ്. ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പ്രശ്നം. ഒരു സുപ്രഭാതത്തിൽ വാതിൽ തുറന്നു നിൽക്കുമ്പോഴത്തേക്കും ഇരച്ചു കയറുന്ന ആൾക്കാർ വീട്ടിനകത്തേക്ക്. ഇവരെങ്ങനെയാണ് ഇവർക്ക് കാത്തു സംരക്ഷിക്കാൻ കഴിയുക? അല്ല, ഇതേ ഞാൻ സംശയിച്ചിട്ട് റോഹിംഗ്യൻ അഭയാർത്ഥികൾ അതെ എങ്ങുമില്ല നിൽക്കുക. അതെ ഇവർ കുറേ പാവപ്പെട്ട ഒരു മരുഭൂമിയിലൊക്കെ താമസിക്കാൻ വേണ്ടി സൗദി അറേബ്യ തീരുമാനിച്ചാലും എന്താ സൗദി അറേബ്യ എടുക്കാത്തത്? എന്തുകൊണ്ടാണ് UAE എടുക്കാത്തത്? ഒരു മുസ്ലിം രാജ്യം ഇവരെ സ്വീകരിക്കാത്തത് എന്താണ്? പിന്നെ തുർക്കി വേലി കെട്ടി തിരിച്ചു. ഈ ഇറാൻ്റെ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം 305 കിലോമീറ്ററാണ് തുർക്കിയും ഇറാനുമായിട്ട് ബോർഡർ ഉള്ളത്. ആ 305 കിലോമീറ്ററിൽ 295 വേലി കെട്ടി തിരിച്ചു. 70 കിലോമീറ്ററിൽ അതിശക്തമായ ബൗണ്ടറി ഉണ്ടാക്കി ഇറാനിൽ നിന്ന് തുർക്കിയിലേക്ക് ആൾക്കാർ എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത രാജ്യം. അതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ടീമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ പാലസ്തീനിൽ പ്രശ്നം വന്നു. പാലസ്തീനിൽ ചെന്ന അഭയാർത്ഥിയെ ഈജിപ്റ്റ് എടുത്തു. അതെ, ഇത് തന്നെയല്ലേ ഈജിപ്റ്റ് ചെയ്തത്? അതെ, ഈജിപ്റ്റ് അതിർത്തി ബലപ്പെടുത്തി. അതെ, അവരുടെ അതിർത്തിയിലോട്ട് വന്നാൽ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞു. അതെ. റോഹിംഗ്യൻ അഭയാർത്ഥികളെയും കൊണ്ടുവന്ന ബോട്ട് മുഖ്യധാരാണ് ചില ഇസ്ലാമിക രാജ്യങ്ങളല്ലേ. അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ലോകത്ത് എവിടെയെല്ലാം സാമൂഹ്യ വിരുദ്ധനുണ്ടോ, രാജ്യദ്രോഹിയുണ്ടോ, അവനെല്ലാം ഇന്ത്യ സ്വീകരിക്കണം, മോദി അവരെല്ലാം സ്വീകരിച്ചോണം. സ്വീകരിച്ചില്ലെങ്കിൽ മോദി പിന്നെ അപകടകാരിയാണ്. മോദിയെ ചീത്ത പറയും, മോദിയുടെ അമ്മയ്ക്ക് പറയും, അച്ഛന് പറയും. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ പൊതുസമൂഹം സ്പെയിനിലേക്ക് സംഭവിച്ചിരിക്കുന്ന അപകടം, സ്പെയിനിലെ സുഖവും ദുഃഖവും അല്ലെങ്കിൽ സന്തോഷവും ദുഃഖവും ഒരേ സമയത്താണ് വന്നത്. ലോക ഫുട്ബോൾ ചാമ്പ്യൻ കിരീടവുമായിട്ട് ചെന്ന അവരെ സ്വാഗതം ചെയ്തത് ഈ അഭയാർത്ഥികളുടെ കടന്നുകയറ്റം ഉണ്ടാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. മറ്റൊരു പാഠവും കൂടെയാണ് പഠിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു ലെഫ്റ്റിസ്റ്റ് ഭരണാധികാരിയെ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ പാടില്ല, രാജ്യം തകർന്നു പോകുന്നു. പെഡ്രോ സാഞ്ചസ് ഒരു ലെഫ്റ്റിസ്റ്റാണ്. ഇയാളെ ഭരണം ഏൽപ്പിച്ചിട്ട് ഇയാൾ ഈ മര്യാദക്കുള്ള ഒരു പോളിസി എടുക്കുന്നില്ല. ഈ രീതിയിൽ അനുകൂലമായ പോളിസി എടുത്തത് കാരണം ആ രാജ്യം തന്നെ തകർന്നു പോവുകയാണ്. അല്ല, പെഡ്രോ സാഞ്ചസിനെ മാത്രം പറയണ്ട, നമ്മുടെ വെനിസ്വേലയുടെ സ്ഥിതി എന്താണെന്ന്. അതെ അതെ അല്ലേ? അതെ. പണ്ടത്തെ പഴയ പിന്നെ ജർമ്മനിയിൽ എന്താ സംഭവിച്ചത്, ഹനോക്കർക്ക് എന്താ സംഭവിച്ചത്, റുമേനിയയിൽ എന്താണ് സംഭവിച്ചത്, ക്യൂബയിൽ ഇന്നും പട്ടിണി കിടക്കുക. ലോകത്തെ അപൂർവം ഈ പട്ടിണി രാജ്യങ്ങൾ അമേരിക്കയോട് ചേർന്ന് നടക്കുന്ന രാജ്യമാണ്. വളരെ വിഭവസമ്പന്നമായ രാജ്യമാണ് ക്യൂബ. തീർച്ചയായും. അവിടെ ആകെ പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ എവിടെ ഭരിക്കാൻ വന്നാലും ആ രാജ്യം നശിച്ച് നാറാണക്കല്ല് വെക്കുന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് നമുക്ക് ക്യൂബയെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചെഗുവേര കൊണ്ട് ഇവിടെ കുറേ പേര് നടക്കുന്നുണ്ടല്ലോ. ചെഗുവേരയുടെ നാട്ടിൽ അവർ പോയി ഒന്ന് കാണണ്ടേ? ഈ ചെഗുവേരയുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? കഞ്ചാവ് അടിച്ച് ചെഗുവേരയും പറഞ്ഞുകൊണ്ട് നടന്നാൽ രാജ്യത്ത് എന്ത് മാറ്റം ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ പ്രശ്നം ഇത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. തീർച്ചയായും. പൊതുസമൂഹം വലിയ പാഠമാണ് യൂറോപ്പ്. അല്ല, പൊതുസമൂഹം ഇത് കണ്ടുപിടിക്കണം. നമുക്ക് ഇന്നിപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഈ വിവരങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ടും ഈ സ്പെയിനിൻ്റെ നൽകുന്ന പാഠം എന്താണെന്ന് ഇന്ത്യൻ പൊതുസമൂഹം പഠിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.